ആരോഗ്യമേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കുതിച്ചുചാട്ടമുണ്ടായ കാലഘട്ടമാണ് കഴിഞ്ഞ ദശാബ്ദം. പൊന്നാനി തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഇന്ന് ജില്ലയുടെ തന്നെ അഭിമാനമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാടിന് സമർപ്പിച്ച ഈ അത്യാധുനിക ആതുരാലയത്തിൽ നവീന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ഇക്കഴിഞ്ഞ 5 വർഷം പ്രത്യേക താൽപര്യമാണ് MLA AP നന്ദകുമാർ കാണിച്ചത്. 1,22 ലക്ഷം രൂപ ചെലവഴിച്ച് മാതൃശിശു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കാൻ കെട്ടിടം നിർമ്മിച്ചു. കൂടാതെ ഐസൊലേഷൻ വാർഡിന് വേണ്ടി 1,75 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. മാതൃശിശു ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ 1,19 ലക്ഷം രൂപ ചെലവഴിച്ചു. MNCU യൂണിറ്റിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു. ഈ 3 പദ്ധതികളും ഉദ്ഘാടനം ചെയ്തത് ഇക്കാലത്താണ്. കൂടാതെ മാതൃശിശു ആശുപത്രിയിലെ 75 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതേ ആശുപത്രിയിൽ 2,65 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയൊരു പേവാർഡ് കൂടി നിർമ്മിക്കാനും 1.5 കോടി രൂപ ചെലവിൽ ഏറ്റവും പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാനും 3,60 ലക്ഷം രൂപ ചെലവിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിന്റെ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ്. ഇതുകൂടാതെയാണ് ലോ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന നടപടികൾ നടപ്പാക്കിയത്. നമ്മൾ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു ആശുപത്രിയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ജനറൽ ആശുപത്രിയാണെങ്കിൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് 100 കണക്കിന് രോഗികളെ പരിശോധിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിട സമുച്ചയം എന്ന തീരാ കടമ്പ മറികടന്ന MLA ആണ് P നന്ദകുമാർ. 11,85 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി ഇമ്പിച്ചിവാവ മെമ്മോറിയൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ നിലവിലുള്ള പരിമിതികൾ മറികടക്കാനാകും. പൊന്നാനി നഗരസഭയുടെയും ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ പുതുപ്പൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാക്കി സമാന്തര ചികിത്സയുടെ വാതായനം തുറന്നതും ഇക്കാലത്താണ്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രമായി തല ഉയർത്തി നിൽക്കുകയാണ് പുതുപ്പൊന്നാനിയിലെ ഈ ആതുരാലയം. 3 നിലകളിലായി 12,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും പഞ്ചകർമ്മയും തെറാപ്പിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ടു. നൂതന സംവിധാനങ്ങളോടെ പുനർനിർമ്മിച്ച ആശുപത്രിയിൽ ഇപ്പോൾ സ്ത്രീരോഗങ്ങൾ, മാനസികാരോഗ്യം, നേത്രരോഗങ്ങൾ, സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഭാഗങ്ങളിൽ എല്ലാ ചികിത്സയും പരിരക്ഷയും ഉറപ്പാക്കാനായത് നാടിന്റെ പുതിയ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രധാനമാണ്. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപയും നഗരസഭയുടെ 1.25 കോടി രൂപയും കൂടാതെ MLA മുൻകൈയെടുത്ത് അനുവദിച്ച 2 കോടിയും ചേർത്താണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. വൃക്കരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന 100 കണക്കിന് അശരണർക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഉറപ്പാക്കുന്ന പൊന്നാനിയിലെ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന് പുതിയ അത്യാധുനിക കെട്ടിടം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും കടമകൾ ഏറെ കടന്നാണ്. 4,40 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത്. സൗജന്യ ഡയാലിസിസ് ലഭ്യമാകുന്ന ജില്ലയിലെ തന്നെ അപൂർവം കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലവിൽ പഴയ TB ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ. പുതിയ കെട്ടിടത്തിലേക്ക് ഈ കേന്ദ്രം മാറുന്നതോടുകൂടി വൃക്കരോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും കൂട്ടിരിപ്പുകാർക്ക് തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും കഴിയുന്നതോടുകൂടി ജീവകാരുണ്യ മേഖലയിലെ സമാനതകളില്ലാത്ത ദീപസ്തംഭമായി ഈ സംവിധാനം നിലനിൽക്കും. ആലങ്കോട് പഞ്ചായത്തിലെ ചങ്ങരംകുളം കുടുംബാരോഗ്യ കേന്ദ്രവും മാറഞ്ചേരിയിലെ ഫാമിലി ഹെൽത്ത് സെന്ററും പാലപ്പെട്ടി ഹെൽത്ത് സെന്ററുമെല്ലാം ആധുനീകരിക്കുന്നതിനും MLA പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങളുടെ തോത് ഗണ്യമായി വർദ്ധിപ്പിച്ചുമാണ് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയത്. BM എഴുവത്തുരുത്തി ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെന്ന പോലെ പൊതുജന ആരോഗ്യ സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കിയതാണ് ആധുനിക പൊന്നാനിയുടെ ആയുരാരോഗ്യ വർത്തമാനം.